അങ്ങനെ ഗായ്സ് ഇന്ന് നമ്മളെ നിജാസും ചക്കരയും കുട്ടിയൊക്കെ കൊല്ലത്തോട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കാൻ വേണ്ടി ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. വീട്ടിൽ സർപ്രൈസായിട്ട് വേറെ അതിഥികൾ എത്തിയിട്ടുണ്ട് ഗായ്സ്. അത് ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഓലെ എത്തിയ വീഡിയോ ഒന്നും ഇട്ടിരുന്നു. അപ്പോൾ എന്തായാലും സൗഫിയും മാപ്പിളയും വീട്ടിലുണ്ട്. ഞാൻ സിനു ഉമ്മി വന്നിട്ടുണ്ട്. അതുപോലെ യാത്ര അയക്കാൻ കേട്ടോ. ഓ ഐബു എവിടെ നോക്കട്ടെ, ഐബുനെ നോക്കട്ടെ. ഐബു നിങ്ങൾ പോവാ, കൊല്ലത്ത് പോവാ? ഉമ്മ പോവാ കൊല്ലത്തേക്ക്. ഇതെന്താ കുട്ടിക്ക് കളിക്കാൻ സാധനം വാങ്ങുന്നതായിട്ടുള്ളൊരു ഭവനുണ്ട്. ബാഗും അതൊക്കെ ആയിട്ട് ഒരു നാട്ടിലൊരു കല്യാണം ഉണ്ട്. ഒരു ദിവസം കാറിലല്ലാതെ ട്രെയിനിലൊരു ദിവസം പോകണം. കൊല്ലത്തേക്കോ തമിഴ്നാട്ടിലേക്കോ ഒക്കെ. ഓക്കെ, ഞാൻ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറണം. ഇനിയും ഇതുവരെ ട്രെയിനിൽ കയറാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കുറേ ആൾക്കാരൊന്നും ട്രെയിനിൽ കയറാത്ത ആൾക്കാരാണ്. വേണ്ടേ ഏതോ വണ്ടി എടുക്കുക പറയണ്ടേ. ഏതോ വണ്ടി ഏതോ വണ്ടി വാങ്ങിയിരിക്കണ പിന്നെന്താ അത് അമ്പായങ്ങ, അതിൻ്റെ മുകളിൽ ചീനമുളക്, വെളുത്തുള്ളി അച്ചാറ്, പിന്നെ നന്നാരി, നെല്ലിക്ക, പനങ്കൽക്കണ്ടം അച്ചാറുകളൊക്കെ ഉണ്ട്. റെയിൽവേ സ്റ്റേഷനൊക്കെ കുറേ പുരോഗമിച്ചിട്ടുണ്ട് ഗൈസ്. റെയിൽവേ സ്റ്റേഷൻ കണ്ടു. അപ്പോൾ ആ പുറത്തെ ട്രാക്കിലാണ് ട്രെയിൻ വരിക. അപ്പോൾ ഗൈസ് അങ്ങനെ ലേഹ അതൊക്കെ ആരാന്റെ തലന മുകളിൽ ലിഫ്റ്റ് വേണോ സ്റ്റെപ്പ് വേണോ? നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അലാനിരിക്കണോക്ക ണ്ടോ, ഇതിൻ്റെ അതിൽ കൂടെയാണ് ട്രെയിൻ വരിക. നമ്മളിപ്പോൾ മുകളിലുള്ള പാലത്തിലൂടെയാണ്. ഓക്കെ, നമ്മളെ ഇതിലേറ്റവും ഇനി ഈ സ്റ്റെപ്പ് ഇറങ്ങിക്കോളി. കയറാനും ഇറങ്ങാനൊക്കെ ലിഫ്റ്റാ. ആ കാണുന്നത് എന്താണെന്നറിയോ? അതാണ് നമ്മുടെ ഭാരതപ്പുഴ എന്ന് അറിയുന്ന പുഴയാണത്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാതാണ് ഭാരതപ്പുഴ. ഓക്കെ, അതൊക്കെ വെള്ളം നല്ല കലങ്ങി തെളിഞ്ഞിട്ട് പോകുന്നത്. ഇന്നലെ മിന്നാത്തൊക്കെ ആണെങ്കിൽ ഇതുവരെ വെള്ളം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. കാരണം നല്ല മഴയായിരുന്നു. പോരി നടക്കി. ഈ എൻ്റെ നാട്ടിൽ ട്രെയിൻ ഉണ്ടോ? അന്നെങ്ങനെ ട്രെയിൻ കയറ്റി വിടാൻ? കോഴിക്കോട് നിന്ന് പിന്നെ ഓളെ വീട്ടിൽ പോകണമെങ്കിൽ നേരെ വണ്ടി വിളിച്ച് പോകല്ലേ? അത്ര അതിനേക്കാൾ 20 കിലോമീറ്റർ കൂടുതലുള്ളൂ അല്ലേ? ഇതൊരു പണിയേ. എൻ്റെ ഉമ്മാനോട് അവിടുന്ന് വീട് വിറ്റിട്ട് തിരുവനന്തപുരത്ത് പോയി നിൽക്കാൻ പറയും. എന്നാലും അപ്പോൾ അന്നെടുത്തിട്ടേ മഴ ട്രെയിനിൽ അങ്ങോട്ട് കയറ്റാൻ പറ്റുള്ളൂ. എൻ്റെ വിറ്റെന്ന് പറയുന്നത് പോകാൻ നേരത്തെ ഇറങ്ങിയിരിക്കുന്നത്. ഇതുവരെ എൻ്റെ വേഗത്തേക്ക് വന്നിരുന്നില്ല. ഇപ്പോൾ പോകാൻ നേരത്താണ് കുട്ടികൾ ഇറങ്ങുന്നത്. അല്ലെ ആ കാക്കു അവിടെ? കാക്കു പോയി. എന്ത് സെക്കൻഡറാബാദ് തിരുവനന്തപുരം ശബരി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നത്. സെക്കൻഡറാബാദ് തിരുവനന്തപുരം ശബരി സൂപ്പർഫാസ്റ്റ് ഇപ്പൊ പോയി കഴിഞ്ഞാല് 4.5 മണിക്കാണ് അവിടെ 6 മണിക്കൂർ യാത്ര. നല്ല അടിപൊളി യാത്ര. കാറ് പോണെങ്കിൽ അത് സുഖമാണ്. പക്ഷെ ഞങ്ങൾ അന്ന് 7 മണിക്കൂർ കൊണ്ട് എത്തിയില്ലേ കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ട്. പക്ഷെ അതും ഒരു യാത്ര, സുഖമുള്ള യാത്ര തന്നെയാണ്. അത് നമുക്ക് അന്ന് വെയ്യാനിട്ടാ. അങ്ങോട്ട് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോ കാറിൽ അടിപൊളിയായിട്ടാണല്ലോ പോകുന്നത്. സുഖമായിരുന്നില്ലേ? അന്ന് പോകുമ്പോ നിങ്ങൾ കൊയ്യാന്നോ? ഞങ്ങൾ വരാം. ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാട്ടോ. ഉമ്മീ സിനു ട്രെയിനില് കേട്ടോ, വന്ദേ ഭാരതില്. ഞാനും എന്ത് വന്ദേ ഭാരത്? അതാ പ്രീമിയം. വന്ദേ ഭാരത് വേണ്ട. ഛർദിക്കാൻ ബാഗിൽ കൂടെ ഉണ്ടല്ലോ. ബാഗിൽ കൂടെ ഉണ്ടല്ലോ തുണികളെ ഉണങ്ങാൻ തുണികളാണ്. ഓക്കെ ഗായ്സ്, അപ്പൊ എന്തായാലും ഇനി കൊല്ലത്തെ ഉമ്മ ഇപ്പ എന്നൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും. എത്ര ദിവസമായി പോന്നിട്ട്? ഒരു മാസമായില്ലേ? ഒരു മാസം. 2-ാം തീയതി വന്ന് 2-ാം തീയതി വന്ന് കൊല്ലത്തെ ഉമ്മ ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ അറിയില്ലേ? വാപ്പ വരുമോ? നീ മറ്റേ അനിയനോ?
അങ്ങോട്ട് ട്രെയിന് വരും പെണ്ണെ. അതിന് ചെരുപ്പൊന്ന് ഇട്ട് കൊടുത്തൂടെ? ഇങ്ങോട്ട് പോകണമെങ്കിൽ അതിന് ചെരുപ്പുണ്ടാവില്ല. അലാല ബായ് ബായ് പറ. ബാലു ബബ്ലു ബാലു ബബ്ലു ട്രെയിന് കാത്തു നിൽക്കുകയാണ്. അലേഹ ഇജ്ജ് കൊല്ലത്തേക്ക് പോകണ്ടോ? കൊല്ലത്തേക്ക് ട്രെയിൻ എവിടെ? ട്രെയിൻ എവിടെ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. കൊല്ലത്തേക്ക് പോയിക്കോ. കൊല്ലത്തേക്ക് പോണോ? കൊല്ലത്തേക്ക് പോണോ? ഇജ്ജ് പോകണ്ടോ കൊല്ലത്തേക്ക്? ചെക്ക ഇജ്ജ് കൊല്ലത്തേക്ക് പോകണ്ടോ? എന്താ ചെറിയ നോക്കാം. മാഷാ അല്ലാ. ഇതൊക്കെ നോക്കിയൊക്കെ ഒന്ന് കണ്ടോക്ക്. ട്രെയിനൊക്കെ ഒന്ന് കണ്ടോക്ക്. ട്രെയിനൊക്കെ ഒന്ന് കണ്ടോക്ക്. ഇജ്ജ് ഇങ്ങനെ ഇരുന്നോ? ആ ട്രെയിൻ തന്നെയാണോ? ആ ട്രെയിൻ തന്നെയാണോ? കാക്കു അലയൊക്കെ കൊണ്ട് മിക്കവാറും അലയൊക്കെ അറിയാൻ മതി. പോവാണേ കുഞ്ഞി, പോവാണേ. ഇതാണ് ട്രെയിന്. കേറിക്കോളി. എവിടെ? എത്രാമത്തേലാ? ഏതിലാ? B2. ഇതാ തന്നെയാണ് B2. ചക്കറിനെ നമ്മൾ ട്രെയിൻ കയറ്റി വിടുകയാണ്. നമ്മൾ താറ്റാ താറ്റാ. കേറിക്കോളി കേറിക്കോളി. നിങ്ങൾ പോവാ. അതാ അലേന്റെ പിടി. നിങ്ങൾക്ക് അവിടെ സീറ്റ് കിട്ടിയോ? വണ്ടി പോവും നിങ്ങൾ തമാശ. അലേഹ നമ്മള് വേറെ വണ്ടിയില് കാറില് നമ്മള് കാറില് പോവും. നോക്ക് വരും, നോക്ക് നായ വരും, നോക്ക്. എന്നാ ഒരു ഇവിടെ കാണാം. വാ, ഒരു ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഒരു ഇവിടെ എവിടെ ഉണ്ടാവും. ഇതാ നിക്കണേ. നിക്കണേ. അലേഹ എന്നുണ്ടെങ്കിൽ അലേഹ തൊള്ളലാണ് കൈ. നമ്മള് പോണില്ല അലേഹ, നമ്മള് പോണില്ല. പക്ഷെ ഇത് തുറക്കാൻ പറ്റാത്ത തോന്നുന്നുണ്ട് കേട്ടോ. അതില് കണ്ടോളി. പച്ചക്കൊടി കാട്ടണുണ്ടോ? ആ പച്ചക്കൊടി കാട്ടി കഴിഞ്ഞാൽ ട്രെയിന് പോകണം കേട്ടോ. കാണാനല്ല പച്ചക്കൊടി കാട്ടണേ. പോയി തലേനെ കൊണ്ടുപോവാതെ ട്രെയിന് പോയിട്ടോ ഗൈസ്. തലേനെ കൊണ്ടുപോവാതെ ട്രെയിന് പോയി ഗൈസ്. അതാ പോണതാ. എവിടെ നായി? എവിടെ ഗൈസ്? അലേഹ എവിടെ പോയി? അലാന എവിടെ പോയി? പോയി അലാന പോയി ഗൈസ്. അങ്ങനെ ചക്കരി നിജാസും നേരെ കൊല്ലത്തോട്ട് യാത്ര. അലയക്ക് പോവാൻ വേണ്ടിട്ട് അലയ ഇവിടെ കടന്ന് ഇവിടെ തല്ല് അമ്മാനെ തല്ല് കുത്തൊക്കെ. അല്ലെങ്കിൽ അമ്മാക്ക് പല്ലില്ല. പോയി നിങ്ങൾക്ക് നടക്കാൻ കഴിയില്ല. നിജാസും ചക്കരിയും കൊല്ലത്തോട്ട് യാത്രയായി അല്ലേ? അലാന പോയില്ല. അലാന പോയി കൊല്ലത്തേക്ക് പോയി. അന്റെ ഒപ്പം കളിക്കാൻ ആരുമില്ല.
അല്ലാതെ ആ ട്രെയിനിൽ കാണാതായപ്പോ അലയോ പൊരിഞ്ഞ അടിമാനെ നല്ല കാലം ഞാൻ എടുക്കാഞ്ഞ്. പോയാലോ. ഓക്കെ അപ്പൊ ഗൈസ് എന്തായാലും ഇന്നത്തെ വിശേഷത്തിനേ ഉള്ളൂ. നമുക്ക് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. ഡിസംബറായോ? ഡിസംബർ അത് നിനക്ക് ഡിസംബർ അല്ല ഡിപ്രഷൻ. ഡിസംബർ ഉമ്മ ഡിസംബർ ആയോന്ന് ചോദിച്ചാൽ ഡിപ്രഷൻ ആയോന്നുള്ള ചോദിച്ചത്. ഞാൻ ഡിസംബർ അല്ല ചക്കരയോട് പോയി. ചക്കര കുട്ടി അന്തമുട്ടിക്കൈ പോണ്ട്. കാക്കയുടെ നമ്മളൊന്നും കേറിയില്ല ഗൈസ്. അപ്പൊ എന്തായാലും ഇനി നമ്മളെ നാട്ടിലേക്ക് പോവാണ്. ഇനി അടുത്ത ആൾക്കാര് വൈവ ശേഷം ഓല് പിന്നെ കാറിലെ വന്നിട്ടുള്ളത്. കാറിലെ വന്നിട്ടുള്ളത്. ഒരു കല്യാണം കഴിഞ്ഞ ഇത്ര കാലമായിട്ട് ആദ്യമായിട്ടാണ് ഓല് കാറിലെത്തിയിട്ടുള്ളത്. സർപ്രൈസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതാണ് ഭാരതപ്പുഴ. അങ്ങോട്ട് നോക്ക്, അതാണ് ഭാരതപ്പുഴ. ആ അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാ ഒരു 4 ആകുമ്പോഴേക്കും പോലെ അവിടെ എത്തും. നമ്മുടെ നാട്ടിലെ കല്യാണവും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രശ്നമായോ? അങ്ങോട്ടൊക്കെ ലിഫ്റ്റ് വേണ്ട സ്റ്റെപ്പ് ഇറങ്ങ. അത് ഇത്രല്ലേ ഉള്ളൂ. നിങ്ങള് കാലൊക്കെ ഒന്ന് നൂരട്ടെ. എന്നാ ലിഫ്റ്റ് കയറുക. ലിഫ്റ്റ് കയറുക. നെയ്യ ലിഫ്റ്റ് കയറുക. എനിക്ക് സ്റ്റെപ്പ് കയറണം. നിങ്ങൾക്ക് ലിഫ്റ്റ് കയറിയിട്ട് ഞെക്കറിയോ? ഞെക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ കയറി നിൽക്കും. വെറുതെ ഓഫായി കഴിഞ്ഞാൽ അതിൽ കുടുങ്ങേ. അത് തുറക്കട്ടെ. ഇതുമ്മ ഞെക്കണേ. അത് വെക്കിയോ? നല്ല ആളെ ലിഫ്റ്റിൽ കൊടുന്നേ. അത് പോവില്ല. നല്ല ആളെ ലിഫ്റ്റിൽ കൊടുന്നേ. അതിനുള്ളിൽ കയറിയിട്ട് എന്താ പോകാത്തതെന്ന് പറഞ്ഞാൽ ഞെക്കിയാലേ പോകുള്ളൂ. അലയൊക്കെയാണെങ്കിലും ബുദ്ധിയില്ല. 2 ബുദ്ധി ഇല്ലാത്ത ആൾക്കാരെ വിടുക. ആ ഇതിലിട്ട് കേറി കഴിഞ്ഞാൽ പോകുന്ന വിചാരം ചോദിച്ചത്. എന്നാ നമുക്ക് താഴത്തേക്ക് പോണം. ഏതിലെ ഞെക്കണ്ട്? എവിടെ 0? പോയി. കാക്കു പോയോ? ചോറ് വിളമ്പി കൊടുക്കും. അതോ പോയി. പക്ഷേ ഡിസംബറായോ? കുട്ടിക്ക് പറഞ്ഞത് കണ്ടോ? കുട്ടിക്ക് ഡിസംബറായി. ഉമ്മ പറഞ്ഞ മാതിരി കുട്ടിക്ക് ഡിസംബറായി. എന്റെ കുട്ടിക്ക് ഡിസംബറായി. അപ്പൊ തുടങ്ങി പിച്ചുമ്പേയും പറ്റില്ല. ട്രെയിനിൽ കയറാത്തപ്പോ. എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എന്റെ കുട്ടിക്ക് ഡിസംബർ ഒന്നും ആയിട്ടില്ല. ഓക്കെ ബൈ ബൈ.